നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ആക്ഷൻ ഹീറോയാണ് സുരേഷ് ഗോപി. വർഷങ്ങളോളം സിനിമയിൽ നിന്നും വിട്ടുനിന്നിട്ടും മലയാള സിനിമയിലും പ്രേക്ഷകരുടെ മനസ്സിലും സുരേഷ് ഗോപിക്കുണ്ടായിരുന്ന സ്ഥാനത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും താരം സജീവമായി മാറിയിരിക്കുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറുമ്പോഴും തന്റെ മകളെ ചെറിയ പ്രായത്തിൽ നഷ്ടപ്പെട്ടതിന്റെ വേദനയെക്കുറിച്ച് പലപ്പോഴും സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ മരിക്കുന്നത്. അതേക്കുറിച്ച് മുൻപൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദൈവത്തെ തള്ളിപ്പറഞ്ഞ നിമിഷം. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മകൾ കാറപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയം എന്നെ മരുന്ന് തന്ന് മയക്കി കിടത്തിയിരിക്കുകയാണ്. അർദ്ധബോധത്തിലും ഞാൻ ഗുരുവായൂരപ്പനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എൻ്റെ മോളെ രക്ഷിക്കണേ. മകൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഹെഡ് നേഴ്സ് വന്നുണർത്തി. അവസാനമായി കാണാൻ വിളിച്ചുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ ശാപവാക്ക് വിളിച്ചു. നെഞ്ചത്ത് കൈ ചുരുട്ടി ഇടിച്ചു നിലവിളിച്ചു. ഇടിയുടെ ശക്തിയിൽ മസിൽ ചതഞ്ഞു. ആ ചതഞ്ഞ കൊഴുവ് ഇപ്പോഴുമുണ്ട് നെഞ്ചിൽ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു. എല്ലാ ജൂൺ മാസവും മഴയും തണുപ്പും എത്തുമ്പോൾ അവിടെ വേദന വരും. ആ വേദന എനിക്ക് ഇഷ്ടമാണ്. കാരണം അതെൻ്റെ മകളുടെ ഓർമ്മയാണെന്നും താരം പറയുന്നു. പക്ഷേ മകൾ മരിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാനെ ശാപവാക്ക് പറഞ്ഞതിൽ പശ്ചാത്താപം മനസ്സിൽ തിങ്ങി. മകൾ പിറന്നപ്പോൾ അവളുടെ ജാതകം എഴുതാൻ ചെന്നപ്പോൾ ജോൺസ്റ്റിൻ പറഞ്ഞിരുന്നു, ഇപ്പോൾ എഴുതണ്ട, ഗണ്ണാന്ത ജനനമാണ്, 3.5 വയസ്സ് കഴിഞ്ഞ് എഴുതാം. എനിക്കന്ന് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് ഞാനതേക്കുറിച്ച് അറിയുന്നതെന്ന് താരം പറയുന്നു. ഗണ്ണാന്ത ജനനമാണെങ്കിൽ ജനിച്ച ദിവസം, നക്ഷത്രം, സമയം ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു മുഹൂർത്തം വീണ്ടും ഉണ്ടായാൽ മരണം ഉറപ്പാണ്. മകളുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 3:45 മകം, നക്ഷത്രം ഉത്രം. ഇത് മൂന്നും കൂടി ഒത്തുവന്ന നേരമാണ് അപകടം സംഭവിച്ചത്. എൻ്റെ ജീവിതവും അനുഭവങ്ങളുമാണ് എൻ്റെ വിശ്വാസം. അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അങ്ങനെ വേണമെന്ന് വാശിയുമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. മൂത്ത മകൾ ലക്ഷ്മിയുടെ മരണത്തെക്കുറിച്ച് സുരേഷ് ഗോപി മുൻപ് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. 1992 ജൂൺ 6-നാണ് ഒരു വാഹനാപകടത്തിൽ സുരേഷ് ഗോപിയുടെ മകൾ മരിച്ചത്. ഭാര്യയെയും അനിയനെയും എൻ്റെ ലക്ഷ്മിയെ ഏൽപ്പിച്ച് ഞാൻ എറണാകുളം വന്നിട്ട് തിരിച്ചുപോയി. പിന്നെ എൻ്റെ മകളില്ല. അവൾ ഇപ്പോഴുണ്ടെങ്കിൽ 32 വയസ്സാണ്. ഞാൻ മരിച്ചിട്ട് പട്ടടയിൽ കൊണ്ടുവച്ചാലും ആ ചാരത്തിന് വരെ ആ വേദന ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഗരുഡനാണ് സുരേഷ് ഗോപിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. അരുൺ വർമ്മ സംവിധാനം ചെയ്ത സിനിമ മികച്ച വിജയം നേടി. ഇപ്പോഴിതാ രാഷ്ട്രീയ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നുള്ള MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സ്ഥാനമേൽക്കാൻ പോവുകയാണ്.